നമ്മളൊരു സെക്യൂർ ബാറിലാണ് ഇന്നിപ്പോൾ നമ്മളെ ക്ലബ്ബുണ്ട് പാസ് ക്ലബിൻ്റെ ഗ്രൂപ്പിൽ നമ്മളെ പാസ് ക്ലബ്ബ് ഒരു മെമ്പർ ഇട്ടതാണ്. നമ്മളെ റഹ്മാനിനെ ഇനി തൂക്കിലേറ്റാൻ 7 ദിവസം കൂടി ഉള്ളൂ പറഞ്ഞിട്ട്. അപ്പോൾ നമ്മൾ ഈ ഒരു വീഡിയോകൾ തട്ടിമാറ്റാതെ എല്ലാ ആളുകൾക്കും ഷെയർ ചെയ്യാട്ടില്ല. ഇത് നമ്മൾ എത്തിക്കേണ്ടോടത്തേക്ക് എത്തിക്കുക. അതുപോലെ നമുക്ക് ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യമുണ്ട്, അതിപ്പോൾ നമ്മൾ ചെയ്ത് കാണിച്ചു കൊടുക്കണം. അപ്പം അതിൻ്റെ ഭാഗമായിട്ട് നമ്മുടെ ബേബി ചമ്മന്നൂർ നടത്തുന്ന പരിപാടിയാണിത്. ഓക്കെ കളി അത് വലിയാണ്, ഒരു ജീവന്റെ വിലയാണ്. ഈ ഒരു അവസരം ഇനി കിട്ടില്ല. ജീവൻ രക്ഷിക്കാൻ വേണ്ടി പോലീസ് ഉദാരമായി സംഭാവന ചെയ്തുകൊണ്ടിരിക്കുകയാണ്. 34 കോടി രൂപ പിരിക്കാൻ വേണ്ടിയുള്ള യാത്രയാണ്. നിരപരാധി 18 വർഷമായി സൗദി ജയിലിൽ കഴിയുകയാണ്. ഈ മാസം അദ്ദേഹത്തെ തൂക്കിക്കൊല്ലാൻ പോവുകയാണ്. നമുക്ക് ആ സഹോദരനെ നിരപരാധിയെ രക്ഷിക്കാം. അതിനുവേണ്ടിയുള്ള യാത്രയാണ്. റെയിൽവേ സ്റ്റേഷനിലൂടെ നമ്മൾ സംഭാവന യാചിക്കുകയാണ്. അപ്പോൾ നിങ്ങളിത് കേട്ടില്ലേ? അപ്പോൾ ഇത് കേട്ട് നമുക്കിതിൽ എന്താണ് ഉൾക്കൊള്ളാൻ കഴിയും, നമുക്ക് ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യമാണ്. ഇനിയിപ്പോൾ റമദാൻ കഴിഞ്ഞ് പെരുന്നാൾ, ചെറുപെരുന്നാളാണ് വരുന്നത്. ഓരോ നാട്ടിലെ ക്ലബ്ബ്, ഞങ്ങളെ ക്ലബ്ബ് പാസ് ക്ലബ്ബ് പറയുന്ന ക്ലബ്ബ് 3 പള്ളിയുണ്ട് ഇവിടെ. ഒരു സെലഫി പള്ളിയുണ്ട്, ഒരു ജുമാഅത്ത് പള്ളി ഞങ്ങളെ മാലിൻ്റെ കീഴിലുള്ള പള്ളിയുണ്ട്, പിന്നെ ഒരു വാഫി പള്ളിയുണ്ട്. ഈ 3 പള്ളിയിൽ മറ്റന്നാൾ ഞങ്ങൾ ബക്കറ്റ് എടുത്ത് ഇറങ്ങുന്നുണ്ട്. ഇത് നമ്മളെ നാട്ടിലുള്ള ഓരോ ജനങ്ങളും ഇറങ്ങിയാലും നമ്മളെ 3.5 കോടി ജനങ്ങളുള്ള ഓരോ രൂപ ഇട്ടാൽ തന്നെ 3.5 കോടിയായി. എങ്ങനെയായാലും ഒരാൾ വരുമ്പോൾ 100 രൂപയ്ക്ക് ഒരാളെ കൊണ്ടുവരാൻ സാധിക്കില്ല. അത് നിങ്ങൾ എല്ലാ ആളുകളും, ഓരോ ക്ലബിൻ്റെ ഭാരവാഹികളും അത് ചെയ്യണം. ഇപ്പം ക്ലബ്ബോ അതല്ലെങ്കിൽ അവിടുത്തെ മതസംഘടന ഉള്ളവരോ അല്ലെങ്കിൽ പ്രാദേശിക ചാരിറ്റി നടത്തുന്ന ആളുകളോ ഓലെല്ലാവരും ഇറങ്ങിയാൽ കിട്ടണം. ഏതൊരു വ്യക്തിയോട് പറഞ്ഞാലും ഇത് നടക്കാത്തൊരു വിഷയമല്ല. ഒരു 100 രൂപ കൊടുത്താൽ ഈ പ്രശ്നം പരിഹരിക്കാൻ കഴിയും. നമ്മളിപ്പോൾ പെരുന്നാൾ വന്നു, ഡ്രസ്സ് കാര്യങ്ങൾ മറ്റെല്ലായിടത്തും എല്ലാ ചാരിറ്റിക്കാരും ഈ ഒരു വീഡിയോ ചെയ്തിട്ടുണ്ട്. ഒരാളെടുത്ത് പറയാനല്ല, എല്ലാ ആളുകളും. അപ്പോൾ ഇതിൽ പറയാനുള്ളത്, ഇത് നിങ്ങൾ മാക്സിമം ഷെയർ ചെയ്യുക. അതേമാതിരി ഓരോ നാട്ടിലുള്ള ആളുകൾ ഇതൊരു ചലഞ്ചായിട്ട് ഏറ്റെടുത്തിട്ട് ആ ഒരു 34 കോടി രൂപ നമുക്ക് കണ്ടെത്താൻ കഴിയും. ഇപ്പോൾ ചെമ്മന്നൂർ ജ്വല്ലറിയുടെ പോച്ച ഇറങ്ങിയിട്ട് കണ്ടില്ലേ, തെണ്ടാണ്. ഓരോ വീടുകൾ നാടുകൾ എല്ലാം തെണ്ടാണ്. അങ്ങനത്തെ ഒരു അവസ്ഥയിലേക്ക് എത്തിക്കാം. ഇത് നമുക്ക് നല്ലൊരു ചാൻസ്. എല്ലാ ആളുകളും വരുന്ന ഒരു ടൈമാണ് പള്ളികളിൽ. കാരണം എല്ലാ ആളുകളും ഒരു 100 രൂപ കൊടുത്താൽ നടക്കും. പിന്നെ ഇതിൻ്റെ ഫണ്ട് ഇത് സംഭരിക്കാൻ നമുക്ക് കഴിയാത്ത ഫണ്ട് യൂസഫ് അലിക്ക ഇത് കണ്ടുകൊണ്ടിരിക്കുന്നുണ്ടാവും. അവരെന്തായാലും ഇതൊക്കെ നല്ലൊരു എമൗണ്ട് ഈ ബാക്കിയുള്ള പൈസ ഏറ്റെടുക്കാൻ കഴിയില്ല അവർക്ക്. അത്രയും നല്ലൊരു മനുഷ്യനാണ്. മറ്റുള്ള ആളുകൾ മോശമാണെന്നല്ല, എല്ലാ സാമ്പത്തിക സ്രോതസ്സുള്ള ആളുകളും ഇതൊക്കെ പൈസ തരും. അത് കിട്ടും. ഈ ഒരു വ്യക്തി സന്തോഷത്തോടെ നമ്മളെ നാട്ടിൽ വരും. ആ ഒരു ഉമ്മ അവരെ കാണും. അതിനുള്ള ഭാഗ്യം നമുക്ക് അവർക്കൊക്കെ ഉണ്ടാവും എന്നുള്ള പ്രാർത്ഥന എല്ലാ ആളുകളും ഷെയർ ചെയ്യുന്ന നാട്ടിൽ. ഇത് 2 ദിവസം കൊണ്ട് നമ്മൾ എത്തിക്കാനുള്ളവർക്ക് എത്തിച്ച് 2 ദിവസം കൊണ്ട് ഈ പറഞ്ഞ കാര്യങ്ങൾ ഓരോ ക്ലബ്ബിലും ഏറ്റെടുക്കണം. ഇതിപ്പോൾ ഞങ്ങളെ ഗ്രൂപ്പിൽ നമ്മളൊരു സുഹൃത്ത് ക്ലബ്ബ് മെമ്പർ ഇട്ടേക്ക് നമ്മൾ പറഞ്ഞു ഓക്കെ എന്നുള്ളത് പറഞ്ഞ് ഇങ്ങനെ തീരുമാനം എടുത്തു. ആ തീരുമാനം ഞങ്ങളെ നാട്ടിലെ എല്ലാ മഹല്ല് ആളുകളോടും അറിയിക്കും, എല്ലാ വ്യക്തികളോടും അറിയിച്ചിട്ട് എല്ലാ ജാതി മത ഭേദമില്ലാതെ എല്ലാ ആളുകളും ഇതൊക്കെ ഇറങ്ങും. എല്ലാ ആളുകളും ഇത് ഷെയർ ചെയ്യണമെന്ന് അഭ്യർത്ഥിക്കുകയാണ്.